വളരെ ബഹുമാനായ ഉദ്ഘാടകൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യാതിഥി പത്മശ്രീ മമ്മൂട്ടി എന്ന നമ്മുടെ മമ്മൂക്ക, ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട GR അനിൽ മിനിസ്റ്റർ, ശ്രീ ചിഞ്ചുറാണി മിനിസ്റ്റർ, ശ്രീ സജി ചെറിയാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി, വേദിയിലുള്ള മേയർ, MLA മാർ, മറ്റ് ഇവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇവിടെ വന്നിട്ടുള്ള പത്രപ്രവർത്തകരടക്കമുള്ള ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കൊല്ലത്ത് വളരെ അഭിമാനകരമായി ഈ കുട്ടികളുടെ കലാമേള, കലോത്സവം പൂർത്തീകരിക്കുന്ന സന്തോഷത്തിലാണ് നമ്മളെല്ലാം. കയ്യും മെയ്യും മറന്ന് എന്ന പോലെ ഈ ദിവസങ്ങളിൽ എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിന്ന് എല്ലാവരുടെയും കൂട്ടായ്മയായി ഈ കലോത്സവത്തെ മാറ്റിയെടുത്ത പ്രിയപ്പെട്ട എല്ലാവർക്കും ആദ്യം തന്നെ സംഘാടക സമിതിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുന്നു. കാരണം ഇതൊരു ചരിത്രമാണ്. ഈ കലോത്സവം ആലോചിക്കുന്ന സമയത്ത് ഒരാശങ്കയുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ കോഴിക്കോടാണ് നടന്നത്. കോവിഡിന് ശേഷം കുറച്ചു കാലം കലോത്സവങ്ങളില്ലായിരുന്നു. കോവിഡ് സമയത്ത് അതിനുശേഷം കോഴിക്കോട് നടന്നത് വലിയ ഒരു ഉത്സവമായിരുന്നു. അത്രയും ആളുകൾ തടിച്ചുകൂടിയതുപോലെ കൊല്ലത്ത് നടക്കുമ്പോൾ അത്രയും ആളുകൾ കൂടുമോ, ബാക്കി സൗകര്യങ്ങൾ കിട്ടുമോ എന്നൊരാശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇന്നിവിടെ വന്ന എല്ലാവരും, കുട്ടികൾ, രക്ഷകർത്താക്കൾ, മാധ്യമപ്രവർത്തകർ എല്ലാം പറയുന്നു, കൊല്ലം സൂപ്പറായി, ഏറ്റവും നന്നായി, ഏറ്റവും വലിയ ആളുകളാണ്, ഏറ്റവും വലിയ ആൾക്കൂട്ടമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മൈതാനമാണ് ആശ്രാമം മൈതാനം. ഇന്ത്യയിൽ തന്നെ ഇത്തരം വലിയ മൈതാനങ്ങൾ അപൂർവമാണ്. കൽക്കട്ട ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് പോലെയൊക്കെയുള്ള ചില മൈതാനങ്ങളേ ഉള്ളൂ. ഈ മൈതാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മൈതാനത്ത് കൂടി നടക്കാൻ കഴിയാത്തത്ര തിരക്കായിരുന്നു. ഇന്നലെ രാത്രിയും മിനിഞ്ഞാന്നുമൊക്കെ അത്രയേറെ ആളുകൾ വന്ന് ഈ കാര്യങ്ങൾ നടത്തി. എന്ന് മാത്രമല്ല, 24 വേദികളിൽ 100 കണക്കിന് മത്സരങ്ങൾ, ഏകദേശം 13,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരം. ആ മത്സരത്തിൽ റെഗുലറായി പങ്കെടുക്കേണ്ടത് 14 പേരാണ്, 14 ജില്ലകൾ. ഇവിടെ തന്നെ സംഘനൃത്തമായാലും മറ്റതുപോലെ ഐറ്റങ്ങൾ ഓരോ സ്ഥലത്തും 35 പേര് വരെ അപ്പീൽ വഴി പങ്കെടുത്ത മത്സരങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഏറ്റവും ചിട്ടയോടുകൂടി ഈ കാര്യങ്ങൾ നടപ്പിലാക്കി ഏറ്റവും നന്നായി റിസൾട്ട് വന്നു. അതിന് കുട്ടികളെയും രക്ഷകർത്താക്കളെയും അവരുടെ അധ്യാപകരെയും ഈ കുട്ടികളെ പഠിപ്പിക്കുന്നവരെയും അനുമോദിക്കേണ്ടതുണ്ട്. ഇവിടെ റിപ്പോർട്ട് ചെയ്ത പത്രപ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിൽ 4-5 പേജ് ഇതിനായി മാറ്റിവെച്ച് വളരെ പോസിറ്റീവായ വാർത്തകളാണ് കൊടുത്തത്. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഇത്തരം വേദികൾ കൂടുതൽ വേണമെന്നാണ്. നമ്മുടെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, അതിൻ്റെ ഓരോന്നിൻ്റെ നിലവാരം വളരെ ഉയർന്നതായിരുന്നു. അതിനകത്ത് ഏറ്റവും ശ്ലാഘിക്കേണ്ടത് ജഡ്ജിമാരെയാണ്. 35 പേരുടെ ഈ പെർഫോമൻസ് കണ്ടിട്ട് വെളുപ്പിനെ 3 മണിവരെയും 4 മണിവരെയും ഇരുന്ന് കൃത്യമായി റിപ്പോർട്ട് എഴുതി പരാതിക്കിടയില്ലാതെ തന്നെ ജഡ്ജ്മെന്റ് നടത്തിയവർ. ഇങ്ങനെ എല്ലാം ഈ കാര്യങ്ങൾ നടത്തുമ്പോൾ ഒരു കാര്യം ഉദ്ഘാടന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നമ്മുടെ ഈ കുട്ടികൾ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ് ഈ കലാരംഗത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു സംവിധാനത്തെപ്പറ്റി ആലോചിക്കണം. ഇപ്പം തന്നെ കുറേ കാര്യങ്ങളുണ്ട്. കേരളം അത്തരം ഏറ്റവും മഹത്തായ കലാകാരന്മാർക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കുന്നത്. അതുകൊണ്ട് കേരളം ഇന്ത്യക്കും ലോകത്തിനും സംഭാവന ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയാണ് ഇവിടെ ഉള്ളത്. ഇത്തരം സംഭാവന ചെയ്ത കലാകാരന്മാർ അവരെല്ലാം ഈ പ്രോത്സാഹനം നടത്തുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഈ കുട്ടികൾക്ക് ഇതിന് തുടർച്ചയായി കാര്യങ്ങൾ ചെയ്യുന്നതിന് വിദ്യാഭ്യാസ വകുപ്പും സാംസ്കാരിക വകുപ്പും ചേർന്ന് ചില കാര്യങ്ങൾ കൂടി ആലോചിക്കണമെന്ന അഭ്യർത്ഥനയുണ്ട്. അതിന് ധനകാര്യ വകുപ്പിന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ സഹായവും ഉണ്ടാവും, വലിയ തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്ന കാര്യം ഈ വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുമിച്ച് കൂടാനും ജാതിയും മതവും വർഗവ്യത്യാസവും വർണ്ണവ്യത്യാസവും ഒക്കെ ഇല്ലാതെ ആളുകൾ കൂടാൻ നമ്മുടെ ലോകത്ത് തന്നെ വലിയ ബുദ്ധിമുട്ടായി വരികയാണ്. ഇന്ത്യയിൽ പല സ്ഥലത്തും അതിന് സൗകര്യമില്ല. നമ്മുടെ നാട്ടിൽ അത്തരം സൗകര്യങ്ങൾ ഉണ്ടാവണം. ഒരുമിച്ചിറങ്ങി, ഒരുമിച്ച് നടന്ന്, ഒരുമിച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകണം. കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ ഈ ബോധം ഉണ്ടാക്കുന്നത് വളരെ പ്രധാനമാണ് സാംസ്കാരിക രംഗത്തും സമൂഹത്തിലും. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ വന്ന ചില വാർത്തകളിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അഖിലേന്ത്യാ സയൻസ് കോൺഗ്രസ് ഇപ്രാവശ്യം നടത്തുന്നില്ല എന്നൊരു വാർത്ത കണ്ടു. സയൻസ് കോൺഗ്രസ് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്.
സയൻസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗവേഷണ പ്രബന്ധങ്ങളും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ വരുന്ന സയൻസ് കോൺഗ്രസ് പോലും വേണ്ട എന്ന് തീരുമാനിക്കുകയും ഇത്തരം ഫെസ്റ്റിവലുകൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ കേരളം ഒരുമിച്ച് നിന്ന് പറയുന്നു ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്, രാഷ്ട്രീയ വ്യത്യസ്തതയൊക്കെയുള്ള ആളുകളാണ്. പക്ഷേ 20 കമ്മിറ്റികൾ, 24 വേദികൾ, എല്ലാ സംഘടനകളും അധ്യാപക സംഘടനകളും പൊതുസമൂഹവുമാണ് ഇത് ഏറ്റെടുത്തത്. നമ്മുടെ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്തുകൾ, പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ചെയ്തത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് ഏറ്റവും വലിയ പ്രചോദനം നൽകിയ ഒന്നാണ് കൊല്ലത്തെ നടന്ന ഈ 62ാമത് ഫെസ്റ്റിവൽ. കൂടുതൽ നന്നായി കാര്യങ്ങൾ എടുക്കാൻ ഭാവിയിൽ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു.